റസൂലുള്ളാഹിക്ക് കാഴ്ചവെക്കാൻ നിർദ്ദേശിച്ച സമയത്ത് അത് ചെയ്യാതെ കിടന്നുറങ്ങുന്ന നീ, അത് ചെയ്യാതെ കാരം ബോർഡ് ചൊട്ടുന്ന നീ, അത് ചെയ്യാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നീ, റസൂലുള്ളാഹിക്ക് ഒരു കാഴ്ചവെക്കാൻ അല്ലാഹു കൽപ്പിച്ചിട്ട് അതിന് നിനക്ക് നേരമില്ല. നിന്റെ കച്ചവടത്തിന്റെ തിരക്കുകൊണ്ട് റസൂലുള്ളാഹിക്ക് കാഴ്ചവെക്കാൻ സമയം കിട്ടുന്നില്ല. നിന്റെ ജോലി തിരക്കുകൊണ്ട് സമയം കിട്ടുന്നില്ല. നിന്റെ ഉറക്കം കൊണ്ട് സമയം കിട്ടുന്നില്ല. നിന്നെ പോലെ ഭാഗ്യം കെട്ടവനാരാണ്? നിന്നെ പോലെ ഭാഗ്യമില്ലാത്തവനാരാണ്? റസൂലുള്ളാഹിക്ക് സലാം പറയുന്ന സമയത്ത് സലാം പറയാൻ നേരം കിട്ടുന്നില്ല അല്ലേ? നിന്നെ പോലെ ഭാഗ്യമില്ലാത്തവനാരാണ്? പിന്നെ നീ നബിദിനം കഴിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? നീ ഔലിയാക്കളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? നീ തങ്ങന്മാരെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? നീ മുത്തഅല്ലിമീങ്ങളെ പ്രിയം വെക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഓ മുഅ്മിനായ മനുഷ്യ, ആ കാഴ്ച റസൂലുള്ളാഹിക്ക് വെച്ചത് കൊണ്ട് പോരാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധം വേണോ എങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തുകളിലുള്ള എല്ലാ സാലിഹീങ്ങളുമായി ബന്ധം വേണം. അല്ലാഹുവിന്റെ സർവ്വ സജ്ജനങ്ങളുമായി ബന്ധം വേണം. ആ ബന്ധമല്ലേ പിന്നെ കാഴ്ചവെക്കുന്നു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സാലിഹീൻ. അതേ സലാം ഞങ്ങൾക്ക് വേണം, എല്ലാ സാലിഹീങ്ങൾക്കും വേണം, എല്ലാ ഔലിയാക്കൾക്കും വേണം, എല്ലാ സജ്ജനങ്ങൾക്കും കാഴ്ചവെച്ചോളണം. നിസ്കാരം അല്ലാഹനെ ഓർക്കാനാണ്. പക്ഷെ അല്ലാഹനെ ഓർക്കൽ പൂർത്തിയാകണമെങ്കിൽ റസൂലുള്ളാഹിനെ ഓർമ്മിക്കണം. അല്ലാഹനെ ഓർമ്മിക്കൽ പൂർത്തിയാകണമെങ്കിൽ റസൂലുള്ളാഹിനെ ഓർമ്മിക്കണം. റസൂലുള്ളാഹിനെ ഓർമ്മിക്കൽ ശരിയാകണമെങ്കിൽ ഔലിയാക്കളെ ഓർമ്മിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മറ്റുള്ളവരും തമ്മിൽ വളരെ അന്തരമുണ്ട്. നിസ്കാരത്തിൽ ആരെ വിളിച്ചാലും നിസ്കാരം ബാത്തിലാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചാൽ നിസ്കാരം ബാത്തിലല്ല. അതുകൊണ്ട് റസൂലുള്ളാഹിക്ക് കാഴ്ചവെക്കുന്നത് വിളിച്ചുകൊണ്ടാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. ഔലിയാക്കൾക്ക് മുഴുവനും കാഴ്ചവെക്കുന്നത് അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സാലിഹീൻ നേരിൽ പറയാതെയാണ്. റസൂലുള്ളാഹിനോട് നേരിലാണ് പറയുന്നത്. ഔലിയാക്കളോട് നേരിൽ പറഞ്ഞുകൂടാ. കാരണം നിസ്കാരമാണ്. നിസ്കാരത്തിൽ അല്ലാഹുവിന്റെ റസൂലല്ലാത്തവരോട് സംസാരിച്ച നിസ്കാരം ബാത്തിലാണ്. അതുകൊണ്ട് സലാം റസൂലുള്ളാഹിന്റെ സലാം അയ്യുഹൻ നബിയ്യു എന്ന റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ടാണ്. ഔലിയാക്കൾക്കുള്ള സലാം അവരെ വിളിക്കാതെ അവർക്കങ്ങ് സലാം ഉണ്ടാകട്ടെ എന്ന് പറയലാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അമ്പിയാക്കളെ ഔലിയാക്കളെ പ്രിയം വെക്കുന്നവർ, റസൂലുള്ളാഹിനെ പ്രിയം വെക്കുന്നവർ അവരുടെ സ്ഥാനം വകവെച്ചു കൊടുത്തേ പറ്റൂ. ആ സ്ഥാനത്തിൽപ്പെട്ട ഒന്നാണ് 5 വഖ്ത് സമയം ബുദ്ധിയും ശുദ്ധിയുമുള്ളവൻ റസൂലുള്ളാഹിനെ വിളിച്ചോളണം, റസൂലുള്ളാഹിക്ക് കാഴ്ചവെച്ചോളണം. വലിയ അയിമ്മത്തിൽ മുസ്ലിമീന വലിയ ആമ്മത്തിഹിം പോരാ. ഇമാമിങ്ങളെ പിന്തുടരണോ വേണ്ടേ? റസൂലുള്ളാഹി പറയുന്നു വലിയ അയിമ്മത്തിൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളെ ഇമാമിങ്ങൾക്ക് അർഹമായ സ്ഥാനം വകവെച്ചു കൊടുക്കണം. അതിൽ പെട്ടതാണ് അവരെ പിന്തുടർന്ന് ജീവിക്കുക, അവരുടെ വാക്കുകൾ സ്വീകരിക്കുക. വലിയ ആമ്മത്തിഹിം സാധാരണക്കാർക്ക് അവരോട് അർഹമായ സ്ഥാനവും വകവെച്ചു കൊടുക്കണം. ഇങ്ങനെ ഇമാമിങ്ങൾക്ക് അർഹമായ സ്ഥാനം വകവെച്ചു കൊടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ആ ഇമാമിങ്ങളെല്ലാം സന്മാർഗത്തിലേക്ക് നയിക്കുന്നവർ തന്നെ. അവരുടെ അനന്തരക്കാരാണ് ആലിമീങ്ങൾ. അവരുടെ മാർഗത്തിലേക്ക് കടന്നു വരുന്നവരാണ് മുത്തഅല്ലിമീങ്ങൾ. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ, ഇൽമിനെ പ്രിയം വെക്കുക, മുത്തഅല്ലിമീങ്ങളെ പ്രിയം വെക്കുക, ആലിമീങ്ങളെ പ്രിയം വെക്കുക, റസൂലുള്ളാഹിന്റെ കുടുംബത്തെ പ്രിയം വെക്കുക, റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ടതിനെല്ലാം പ്രിയം വെക്കുക, കൂട്ടത്തിൽ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനെ പ്രിയം വെക്കുക. വലിയ ഉമ്മത്തിൽ മുസ്ലിമീൻ
മുസ്ലിമീങ്ങളായ സാധാരണക്കാർക്ക് അർഹമായ സ്ഥാനം അവർക്കും വകവെച്ചു കൊടുക്കണമെന്ന് തന്നെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്ന ഒരു ചെറിയ ചരിത്രം ബറക്കത്തിന് പറയുന്നു, നിർത്തുന്നു. എന്റെ ചെറുപ്പക്കാരെ, നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക. നമുക്കൊന്നായി ദുആ ചെയ്ത് പിരിയണം. എല്ലാവർക്കും അർഹമായ സ്ഥാനം വകവെച്ചു കൊടുക്കണം. നിങ്ങൾ കേട്ടിട്ടില്ലേ, കേരളത്തിൽ ജീവിച്ച് മരണപ്പെട്ടു പോയ ഒരു മഹാനായ വലിയായിരുന്നു ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാദി റഹിമഹുല്ലാഹ്. മുതഅല്ലിമീങ്ങളുടെ പരിപാടിയാണ്. മുതഅല്ലിമായ കാലത്ത് തന്നെ പഠനത്തിൽ അങ്ങേയറ്റത്തെ ശ്രദ്ധ, പഠിച്ചതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ജീവിതം. പൊന്നാനിയിൽ മമ്മിക്കുട്ടി ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ദർസിൽ ഓതി പഠിക്കുന്നു. ഉമർ ഖാദി മുതഅല്ലിമാണ്. ഒരു ദിവസം മമ്മിക്കുട്ടി ഖാദിയുടെ പിന്നാലെ നടക്കുന്നു. പലപ്പോഴും പിന്നാലെ നടന്ന് പറയാറുണ്ട്, ഉസ്താദേ, ഔലിയാക്കളെ വഴിയിലേക്ക് എന്നെയും പിടിച്ച് കൈപിടിച്ചുയർത്തളും, ഔലിയാക്കളെ വഴിയിലേക്ക് എന്നെയും കൈപിടിച്ചുയർത്തളും. സുബ്ഹാനല്ലാഹ്, മമ്മിക്കുട്ടി ഖാദി ഇങ്ങനെ മാറി മാറി നിൽക്കുന്നു. ഒരു ദിവസം വീട്ടിലേക്ക് പോകുമ്പോ പിന്നാലെ നടക്കുന്നു. രാത്രി സമയത്ത് ദർസും കഴിഞ്ഞ് മമ്മിക്കുട്ടി ഖാദി വീട്ടിൽ കിടക്കുമ്പോ പിന്നാലെ ഉമർ ഖാദിയുണ്ട്, ചെറുപ്പക്കാരനായ മുതഅല്ലിം. അന്ന് ഖാദിയല്ല, അന്ന് ഇൽമു പഠിക്കുന്ന മുതഅല്ലിമാണ്. കൂടെയുണ്ട്, ഉസ്താദേ, ഔലിയാക്കളെ വഴിയിലേക്ക് എന്നെയും കൈപിടിച്ചുയർത്തളും. നിലനെ കൊടുപ്പാനും നിലനെ കളവാനും നായന്നവർക്കനുവാദം കൊടുത്തോവർ. ഔലിയാക്കളിലെ മാനേജ്മെന്റ് ഏൽപ്പിച്ചു കൊടുത്ത ചില ആളുകളിലെ അവർക്ക് സസ്പെൻഡ് ചെയ്യാൻ അധികാരമുണ്ട്, ഡിസ്മിസ് ചെയ്യാൻ അധികാരമുണ്ട്, കയറ്റം കൊടുക്കാൻ അധികാരമുണ്ട്. മാനേജ്മെന്റ് കിട്ടിയ ചില ആളുകളുണ്ട്. ഇപ്പോഴത് വിശദീകരിക്കാൻ ഇപ്പൊ സമയമില്ല. സഹോദരന്മാരെ, അതിൽപ്പെട്ട മമ്മിക്കുട്ടി ഖാദിയോട് മുതഅല്ലിമായ ഉമർ ഖാദി പറയുന്നു, ഉസ്താദേ, എന്നെ കൈപിടിച്ചുയർത്തലും, ഔലിയാക്കളെ വഴിയിലേക്ക് കൈപിടിച്ചുയർത്തലും. ഇത് ആഖിർ സമാനാണ്. 4 മൂത്ത പള്ളിയിലുണ്ടെങ്കിൽ ദർസുന്ന ഒഴിവാകുന്ന മുതഅല്ലിമീങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്, കഴിക്കുന്ന ഭക്ഷണത്തിന് രുചി അല്പം കുറഞ്ഞു പോയാൽ ഉസ്താദിനോട് പറയാതെ തെറ്റിക്കളയുന്ന കുട്ടികളുണ്ട്. സുബ്ഹാന ജല്ല ജലാലുഹു, വിചാരിച്ച സുഖമില്ലെങ്കിൽ ഇൽമു നിർത്തുന്ന മുതഅല്ലിമീങ്ങളുണ്ട്. ഉമർ ഖാദി തങ്ങൾ അധ്വാനിച്ച് പഠിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉമർ ഖാദി തങ്ങൾ അകതാ ഉസ്താദിന്റെ പിന്നാലെ നടന്ന് വീട്ടിന്റെ മുറ്റത്തെത്തുമ്പോ, ഉസ്താദ്, ഉമറേ, നീ എവിടെ പോകുന്നു? ഉസ്താദേ, ഞാൻ എത്ര കാലമായി പറയുന്ന ഔലിയാക്കളെ വഴിയിലേക്ക് എന്നെയും കൈപിടിച്ചുയർത്തണം. ഉമറേ, നീ ഇവിടെ നിൽക്കൂ, ഞാൻ വരുന്നു. അമ്മിക്കുട്ടി ഖാദി റഹിമഹുല്ലാഹ് വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്ന് ഉമർ ഖാദിയാകുന്ന മുതഅല്ലിം ഒരൊറ്റ നൃത്തം തന്നെ. ആ നൃത്തം നിന്നു. ഉസ്താദ് പറഞ്ഞത് ഇവിടെ നിൽക്കാനാണ്. സമയം അരമണിക്കൂർ കഴിഞ്ഞ്, 1 മണിക്കൂർ കഴിഞ്ഞ്, മണിക്കൂർ 2 കഴിഞ്ഞ്, 3 കഴിഞ്ഞ്, 4 കഴിഞ്ഞ്. സുബ്ഹാനല്ലാഹ്, മമ്മിക്കുട്ടി ഖാദി തഹജ്ജുദ് നിസ്കരിക്കാനേ നേറ്റുപോയി. തഹജ്ജുദ് നിസ്കരിച്ച് കുറെ കഴിഞ്ഞ് സുബ്ഹിയായി പോയി. സുബ്ഹിന്റെ ജമാഅത്തിന് പള്ളിയിലേക്ക് ഇറങ്ങി വരുമ്പോ ഉമർ ഖാദി മുറ്റത്ത് നിൽക്കുന്നു. എന്താ ഉമറേ, നീ ഇവിടെ നിൽക്കുന്നു? ഉസ്താദിനോട് ഇവിടെ നിൽക്കാനല്ലേ പറഞ്ഞത്? ഉസ്താദിനോട് ഇവിടെ നിൽക്കാനല്ലേ പറഞ്ഞത്? നിൽക്കാൻ പറഞ്ഞത് കൊണ്ട് ഞാൻ ഇരുന്നിട്ടില്ല ഉസ്താദേ. ഇവിടെ നിൽക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ മാറിപ്പോയിട്ടില്ല ഉസ്താദേ. ഞാൻ നിന്ന നൃത്തം തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, മമ്മിക്കുട്ടി ഖാദിയുടെ മറുപടി, ഉമറേ, പരീക്ഷയിലൊക്കെ നീ വിജയം കൈവരിച്ചു പോയി. പരീക്ഷകളിലൊക്കെ വിജയം കൈവരിച്ചവർക്കുള്ളതല്ലേ അത്? സുബ്ഹാനല്ലാഹ്, നീ പരീക്ഷയിലൊക്കെ വിജയം കൈവരിച്ചു പോയി ഉമറേ. ആ ഉമർ ഖാദി തങ്ങൾക്ക് കൊടുത്തു. അതിലേക്ക് ഇപ്പൊ വിവരിക്കാൻ സമയമില്ല. ആ ഉമർ ഖാദി തങ്ങൾ പിന്നെ വളർന്നു, ഉയർന്നു. ആ ഉയർച്ചയിൽ എവിടെ എത്തി? സഹോദരന്മാരെ, അതാ ചാവക്കാടിനടുത്ത് വെന്മേനാട് പ്രദേശത്ത് പോയി. വലിയ ആളായതിന് ശേഷം വെന്മേനാട് പ്രദേശത്ത് പോയി. അവിടെ പള്ളിയിൽ, പള്ളി മൈതാനിയുടെ അടുത്തുകൂടി പള്ളിയിലേക്ക് കയറി പോകുമ്പോ ഖബർ കുഴിക്കുന്നത് കാണുന്നു. ആർക്കാണ് ഖബർ കുഴിക്കുന്നത്? അപ്പൊ പറയുന്നത്, ഹൈദറൂസ് പാമ്പ് കടിച്ച് മരിച്ചുപോയി, ഹൈദറൂസിന് വേണ്ടി കുഴിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഉമർ ഖാദിയുടെ സ്വന്തം സ്നേഹിതനല്ലേ ഹൈദറൂസ്.
ഉമർ ഖാദി പള്ളിയിൽ കയറി 2 റക്അത്ത് നിസ്കരിച്ചൊരൊറ്റ ദുആ കഴിഞ്ഞുകൊണ്ട് മടങ്ങി വന്നിട്ട് പറയുന്നു, ഖബർ കുഴിക്കുന്നവരോട് ഖബർ വെട്ടണ്ട, ഖബർ കുഴിക്കണ്ട, ഹൈദറൂസ് മരിച്ചിട്ടില്ല, നിർത്തൂ, ഖബർ വെട്ടുന്നത് നിർത്തൂ. അല്ല ഖാദിയാരെ, മരിച്ച വിവരം വന്നിട്ടാണ് ഖബർ കുഴിക്കുന്നത്. ഞാനാ പറയുന്നത് ഖബർ വെട്ടുന്നത് നിർത്തിക്കോളൂ, ഹൈദറൂസ് മരിച്ചിട്ടില്ല. ഉമർ ഖാദിയുടെ കൂടെയുണ്ടൊരു ഖാദിമ്, ആലിമീങ്ങൾക്ക് ഖിദ്മത്ത് നടക്കുന്ന ഖാദിമീങ്ങളുണ്ട്. കുഞ്ഞമ്മു എന്നാണ് പേര്. കുഞ്ഞമ്മുവിനെ വിളിച്ചു, കുഞ്ഞമ്മു കൊണ്ട് വാ. കുഞ്ഞമ്മു ഹൈദറൂസിന്റെ വീട്ടിലേക്ക് ഓടിപ്പോകണം. ഹൈദറൂസിന്റെ വീട്ടിൽ പോയി പറയാം, ഹൈദറൂസ് മരിച്ചിട്ടില്ല എന്ന് പറയാം, ഹൈദറൂസ് മരിച്ചിട്ടില്ല, ഉമർ ഖാദി വരുന്നു എന്ന് പറ, പേടിക്കണ്ട. കുഞ്ഞമ്മു ഒരൊറ്റ ഓട്ടം. ചില ആളുകളുണ്ട് സുബ്ഹാനല്ലാഹ്, ആലിമീങ്ങളോടും സയ്യിദന്മാരോടൊക്കെ വലിയ ആവേശമുള്ള ഖിദ്മത്ത് ചെയ്യുന്ന ആളുകൾ ഒരൊറ്റ ഓട്ടം ഓടിപ്പോയി വിവരം പറഞ്ഞു പെട്ടെന്ന് തിരിച്ചു വന്നു. അപ്പൊ ഉമർ ഖാദിക്ക് വലിയ സന്തോഷമായി. ഉമർ ഖാദിക്ക് ഒരു സ്വഭാവമുണ്ട്, എന്ത് കിട്ടിയാലും ബൈറ്റ് ചെയ്യും, എല്ലാത്തിനും ബൈറ്റാണ്. ഒരു ദിവസം പള്ളിയിൽ കയറി വരുമ്പോണ്ട് ഒരാട് പള്ളിന്റെ കൊലായി ചേർന്ന് തുടങ്ങുന്നു. ഉടനെ പാടി ആടെ ഇവിടെ ഉറങ്ങാൻ പാടില്ല, ഇവിടെ ഉറങ്ങിയാൽ അടിമുജൂബാണ്. എല്ലാത്തിനും ബൈക്കാണ്. ഒരു ദിവസം ഒരു വയസ്സായ ഒരാൾ കൊട്ടടക്ക അങ്ങനെ തിന്നു. കൊട്ടടക്കാന്ന് ഇവിടെ പറയും, ഉണങ്ങിയ അടക്ക അങ്ങനെ തിന്നു, വായിൽ പറ്റൂല. മൂപ്പര് ഉടനെ തന്നെ പാടിയില്ല, നല്ല പൈങ്ങടക്ക ബിലാറൈബിം വലാ ശക്ക. വായിൽ പല്ലില്ലാത്ത മനുഷ്യ ഒട്ടടക്ക തിന്നണ്ട, നിങ്ങൾക്ക് നല്ല പൈങ്ങടക്കാൻ. അങ്ങനെ എല്ലാറ്റിനും ബൈക്കാണ്. കുഞ്ഞമ്മ ഓടിപ്പോയി വിവരം പോയി പറഞ്ഞു വന്നപ്പോ ഒരൊറ്റ ബൈക്ക്. കുഞ്ഞമ്മു ഖാദിമുൽ ഖൗമി സജാനു യഖാഫുഹു അബദൻ ജിന്നും വശൈത്താനു. കുഞ്ഞമ്മു മഹാന്മാർക്ക് ഖിദ്മത്ത് എടുക്കുന്ന ആളാണ്. എല്ലാ ശൈത്താനും ജിന്നൊക്കെ കുഞ്ഞമ്മൂരെ പേടിക്കും എന്നാണ് ബൈക്കിന്റെ. പക്ഷെ കുഞ്ഞമ്മൂവിന് അറബി അറിഞ്ഞൂടാ. കുഞ്ഞമ്മു കേൾക്കുന്നത് കുഞ്ഞമ്മൂ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് അവസാനം ജിന്നു ശൈത്താനും എന്നാ കാലിയാരും നിർത്തിയത്. അപ്പൊ എന്നെ ജിന്നു ശൈത്താനും വിളിച്ചതാണോ എന്നൊരു സംശയം കുഞ്ഞമ്മു ദേഷ്യം പിടിച്ചു. അപ്പൊ അവർക്കാളി ചിരിച്ചു, സന്തോഷത്തോടെ ചിരിച്ചു. കുഞ്ഞമ്മൂര് പറഞ്ഞു, നീ ജിന്നു ശൈത്താനുമാണ് നല്ല പറഞ്ഞു, നിന്നെ ജിന്നു ശൈത്താൻ പേടിക്കുന്ന പറഞ്ഞത്. ഔലിയാക്കൾക്ക് മാത്രമല്ല, കുറ്റിച്ചാരിയുന്നുകൊണ്ട് ചിലപ്പോൾ ഒരു മുളച്ചു വരല്ലേ. ഔലിയാക്കൾ ഹിബത്തെടുത്ത് പോയിക്കൊണ്ടാവും ചിലപ്പോൾ അവര്. അങ്ങനെ അവിടുന്ന് കുഞ്ഞമ്മൂവിനെയും കൂട്ടി ഹൈദറൂസിന്റെ വീട്ടിലേക്ക് പോയി. ഹൈദറൂസിന്റെ വീട്ടിൽ ചെല്ലും എല്ലാവരും കരയുകയാണ്. നേരെ ചെന്ന് ഹൈദറൂസിന്റെ തലയെടുത്ത് മടിയിലവിടെ വെച്ച് ഒരൽപ്പം വെള്ളം മന്ത്രിച്ചിട്ടങ്ങ് കുറഞ്ഞു. ഹൈദറൂസതാ എഴുന്നേറ്റ് നിൽക്കുന്നു. സബറോടുകൂടി ക്ഷമയോടുകൂടി ഓതിപ്പടിച്ച മുതഅല്ലിമ്. സുബ്ഹാനല്ലാഹ്. ഇപ്പം മാസപ്പറവീന്റെ തർക്കം നടക്കുന്ന കാലമാണ്. വെളിയങ്കോട് മാസം കണ്ടു. ഉമർ ഖാദിക്ക് ബോധ്യപ്പെട്ടു, മാസം കണ്ടത് ബോധ്യപ്പെട്ടപ്പോ റമദാൻ ഒന്നായിട്ട് ഓർപ്പിച്ചു. അതിന്റെ നേരിക്കരെയാണ് പൊന്നാനി ഖാദിക്ക് ബോധ്യപ്പെട്ടില്ല. പൊന്നാനി ഖാദി ഓർപ്പിച്ചതുമില്ല. അന്നായതുകൊണ്ട് തല്ലില്ല. ഇപ്പോഴാണ് തല്ലാവും. കാരണം ഇപ്പൊ ഒക്കെ രാഷ്ട്രീയാക്കി, വീരൊക്കെ രാഷ്ട്രീയമാക്കി. ഒരു ഖാദിക്ക് ബോധ്യപ്പെടാം, വേറൊരു ഖാദിക്ക് ബോധ്യപ്പെടാതിരിക്കാം. ഓരോ ഖാദിമാരും അവരവർക്ക് ബോധ്യപ്പെട്ട അനുസരിച്ച് വിളിച്ചോട്ടെ. എന്തിനും സാധാരണക്കാർ തമ്മിലടിക്കണം. ഉമർ ഖാദി വിളിച്ചു, പൊന്നാനി ഖാദി വിളിച്ചില്ല. തൊട്ട നാട് ഒരു പുഴന്റെ വ്യത്യാസം. എന്തുണ്ടായി? അങ്ങനെ പൊന്നാനിക്കാർക്കൊരു നോമ്പ് കുറവ്, വെളിയങ്കോട്ടുകാർക്കൊന്ന് കൂടുതൽ. അങ്ങനെ പോയി അവസാനം റമദാനിന്റെ അവസാനത്തെ 10 പൊന്നാനിയിൽ വാറ്റുപള്ളിയിൽ വെളിയങ്കോട് ഉമർ ഖാദിക്ക് ഒരു വഅദുണ്ട്. 10 ദിവസം റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞുകൊണ്ടുള്ള വഅദാണ്. വിത്രിയ ചൊല്ലിയിട്ടതിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ടുള്ള വഅദ്. അങ്ങനെ വഅദ് പറഞ്ഞു അതാ 29 റമദാൻ 29. അപ്പോ പൊന്നാനിക്കാർക്ക് 28. അന്ന് ഉമർ ഖാദി മാസം കണ്ടില്ല. പിറ്റേ ദിവസം ഉമർ ഖാദിക്ക് 30. അന്നും പൊന്നാനിക്കാര് മാസം കണ്ടില്ല.
സുബ്ഹാനല്ലാഹ്. അത് പറയുന്ന മൊഴിയാർക്ക് 30 കഴിഞ്ഞ് നാളെ പെരുന്നാളാക്കാണ്ട് നിവൃത്തില്ല. പക്ഷേ നാട്ടുകാർക്കാണെങ്കിലോ, നാട്ടുകാർക്ക് 29 ആയിട്ടുള്ളൂ, മാസം കാണാണ്ട് പെരുന്നാളാക്കിക്കൂടാ. പൊന്നാനിയിൽ അത് പറയുന്നത് പറഞ്ഞവരെ എന്തായി മൂപ്പര് ഒരു ദിവസം മുമ്പ് നോമ്പർപ്പിച്ചോണ്ട് നമ്മളെ വേദന വിളിക്കണ്ടാ തീരുമാനിച്ചോ? അതുമില്ല. പൊന്നാനിയിൽ അതല്ലേ ഇൽമിന്റെ കാലം. പൊന്നാനിയിൽ അത് പറയുന്ന മർക്കാദിക്കുന്ന 30ാമത്തെ നോമ്പാണ്, പൊന്നാനിക്കാർക്ക് 29ാമത്തെ നോമ്പാണ്. മർക്കാദി തങ്ങൾ വേദ പറഞ്ഞ് അങ്ങനെ പകലിപ്പ് വരെ വേദ പറഞ്ഞ് അങ്ങനെ നോമ്പൊക്കെ തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് മർക്കാദിക്ക് പെരുന്നാളല്ലേ, മർക്കാദി അതാ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് തക്ബീറങ്ങ് തുടങ്ങി. സുബ്ഹാനല്ലാഹ്. പൊന്നാനിയിൽ ചർച്ച മർക്കാദി എങ്ങനെ പൊന്നാനിയിൽ തക്ബീറിയല്ലത്, ഇവിടെ ഇങ്ങോട്ട് പോയി ചൊല്ലിക്കോട്ടെ. ഇവിടുന്ന് എങ്ങനെ മൂപ്പര് തക്ബീറിയല്ലേ, ഇവിടെ 29 ഇവിടെ മാസം കണ്ടിട്ടില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. ചർച്ചയുണ്ടെന്നറിഞ്ഞ ഉമർ ഖാദി തങ്ങൾ പൊന്നാനി പള്ളിയിൽ നിന്നൊരൊറ്റ വിളിയെ ജനങ്ങളെ ഇന്ന് മാസം കണ്ടിട്ടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? വരൂ എന്റെ കൂടെ മുറ്റത്തേക്ക്. ആളുകളെയും കൂടി മുറ്റത്തിറക്കിയിട്ട് ചൂണ്ടിയങ്ങ് കാണിച്ചിട്ട് നോക്കൂ, അതാ മാസം ഉദിച്ചതായി കാണുന്നു. പ്രശ്നമതോടെ തീർന്നുപോയി. ആ ഉമർ ഖാദി തങ്ങൾ സഹോദരന്മാരെ ചൊല്ലിയത് കണ്ടില്ലേ നിങ്ങൾ? അല്ലാഹുവിന്റെ റസൂലിന്റെ റൗദാ ശരീഫിന്റെ അടുക്കലങ്ങ് ചെന്നിട്ട് സ്നേഹത്തോടെ അങ്ങ് ചൊല്ലുന്നു, യാ ഖുറമൽ ഖുറമ അലാ അഅതാബികും ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബികും അർജുൽ ലഖാ അലൽ ബുകായി ബിബാബികും വദ്ദംഉ മിൻ ഐനൈഹി സലസജീമാ. ഓ ഔദാര്യം നൽകുന്നവരിൽ വെച്ച് ഏറ്റവും കൊടുക്കുന്ന നബിയേ, മാന്യന്മാരിൽ മാന്യനായ നബിയേ, ഏറ്റവും കൂടുതൽ ഔദാര്യം ചെയ്യുന്ന നബിയേ, തങ്ങളുടെ ഈ തങ്ങൾ കിടക്കുന്ന റൂമിന്റെ വാതിലിന്റെ പടിക്കലിതാ പാവപ്പെട്ട വെള്ളിയങ്കോട്ടുകാരൻ ഉമർ വന്ന് നിൽക്കുന്നു. എന്തിനാണ് ഉമർ ഇവിടെ വന്നതെന്നറിയോ? തങ്ങളെ സമീപത്ത് വെളിയങ്കോട്ടുകാരൻ ഉമർ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ നിന്ന് അധ്വാനിച്ച് തങ്ങളെ പടിവാതിൽക്കൽ വന്നത്. തങ്ങളെ പടിവാതിൽക്കൽ വന്നിട്ട് സാധുവായ ഉമർ ഒന്ന് കരഞ്ഞാൽ തങ്ങൾ എന്തെങ്കിലും തരുമെന്ന് പ്രതീക്ഷിച്ച് വന്നതാണ് നബിയേ. സലമിൻ ഐനൈനി ലകിന്നഹു യജരി അലൽ ഖദ്ദൈനി മിൻ ഹുബ്ബി ഖൽബി സയ്യിദൽ കൗനൈനി ഹയ്യം വമൈതം ഫിത്തുറാബി റബീബാ. നബിയേ, ഇപ്പാവപ്പെട്ട ഉമറിതാ വന്നിട്ട് അക്കയുടെ പടിവാതിൽക്കൽ നിന്നപ്പോ കണ്ണിൽ നിന്ന് വെള്ളം ധാരധാരയായി ഒലിച്ച് ഉമറിന്റെ കണ്ണിലുള്ള വെള്ളം കവിൾത്തടത്തിലൂടെ ഒലിക്കുന്ന നബിയേ. ഇപ്പോഴും കവിൾത്തടത്തിലൂടെ വെള്ളം ഇങ്ങനെ ഒലിക്കുകയാണ് നബിയേ. വേറെ ഒന്നും കൊണ്ടല്ല, സയ്യിദൽ കൗനൈനി ഹയ്യം വമൈതം ഫിത്തുറാബി റബീബാ. സർവ മനുഷ്യരുടെയും ജിന്നുകളുടെയും സർവ സൃഷ്ടികളുടെയും നേതാവായ അങ്ങേ കൽബിന്റെ അടിത്തത്തിൽ പ്രിയം വെച്ചിട്ടാണ് നബിയെ, സ്നേഹിച്ചിട്ടാണ് നബിയെ. ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റൗദാ ശരീഫിന്റെ പൂട്ടിവെച്ചിട്ടുള്ള വാതിൽ ഓട്ടോമാറ്റിക്കായി അങ്ങ് തുറന്നുപോയി. എന്റെ സഹോദരന്മാര്,
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത്, അവിടുത്തോടുള്ള സ്നേഹം, ആ സ്നേഹത്തിന്റെ പേരിൽ നിങ്ങൾ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കുക, സുന്നത്ത് ജമാഅത്തിൽ ഹഖിന്റെ മേൽ യോജിച്ചു നിൽക്കുക, സുന്നത്ത് ജമാഅത്തിന് നേതൃത്വം കൊടുക്കുന്ന നബിതങ്ങളുടെ കുടുംബങ്ങളായ സാദാത്തുക്കളെ സ്നേഹിക്കുക, ആദരിക്കുക, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആലിമീങ്ങളെ പ്രിയം വെക്കുക, സുന്നത്ത് ജമാഅത്തിന് പ്രവർത്തിക്കുന്ന ഉസ്താദുമാരെ പ്രിയം വെക്കുക. ബഹുമാനപ്പെട്ട ഉള്ളാളുകൾ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ബഹുമാനപ്പെട്ടവരെ പോലുള്ള സാദാത്തീകൾ, അതേ സാദാത്തീകളെ സ്നേഹിക്കുക, ആദരിക്കുക. ഞാൻ ഇവിടെയുള്ള കുമ്പോലിലുള്ള സാദാത്തീകളോട് പറയുന്നത്, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. സാധുവായ എനിക്ക് വേണ്ടി മാത്രം പോരാ, ഈ സദസ്സിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് വേണ്ടി ബീഹാറിലേക്ക്, പാറ്റ്നയിലേക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നതിനാൽ പോകുന്ന സമയത്ത് വളരെ പേടിയോട്, ബേജാറോട്, തങ്ങളെന്ന് വിചാരിക്കും, നീ പറയണം മുഴുവൻ വിഷയങ്ങളുമെന്ന് എന്നെ ഏൽപ്പിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് വേണ്ടി പാറ്റ്നയിലേക്ക് പോകേണ്ടി വന്ന എന്റെ എല്ലാമായ എനിക്ക് വാത് പഠിപ്പിച്ചു തന്ന, ഇവിടെ പറഞ്ഞ വാതും എല്ലാ വാതും എനിക്ക് പൊരുത്തം തന്ന ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ്, അല്ലാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അവിടുത്തെ ദീർഘായുസ് കൊണ്ട് അല്ലാഹു ദീനിന് ഇസ്സത്ത് നൽകട്ടെ. ഞാൻ ഇവിടെയുള്ള സാദാത്തുക്കളോട്, അവിടുത്തെ ഒരു എളിയ ശിഷ്യൻ എന്ന നിലക്ക് പറയുന്നു, ഇവിടെ സാദാത്തുക്കളോട് ബഹുമാനവും ആദരവും ഒരൽപ്പവും കുറഞ്ഞതിന്റെ പേരിലല്ല, നിർബന്ധ ആവശ്യത്തിനു വേണ്ടി പോകേണ്ടി വന്നത് വളരെ പേടിയോടെ, ബേജാറോട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. സയ്യിദന്മാരോട് നീ പറയണം, നീ കാര്യം ഓർമ്മിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ സാദാത്തുക്കളോട് പറയുന്നു, ഞങ്ങൾക്കും ഞങ്ങളുടെ ഉസ്താദുമാർക്കും ഞങ്ങളുടെ ശിഷ്യന്മാർക്കും ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്കും ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകന്മാർക്കും അഹ്ലു ബൈത്തിനെ വിട്ടുകൊണ്ടുള്ള ഒരു പരിപാടിയും ഇല്ല. അഹ്ലു ബൈത്തിനെ പ്രിയം വെക്കാതെ ഞങ്ങൾക്കൊരു പ്രവർത്തനവുമില്ല. ആലിമീങ്ങളെ പ്രിയം വെക്കാതെ ഞങ്ങൾക്ക് പ്രവർത്തനം ഇല്ല. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ദുന്യവിയും മുഖ്റവിയുമായ വിജയത്തിന് സർവ്വ സാദാത്തുക്കളും എല്ലാ സയ്യിദന്മാരുടെയും പൊരുത്തം ഞങ്ങൾക്ക് വേണം. എല്ലാ മുതഅല്ലിമീങ്ങളെയും ദുആ ഞങ്ങൾക്ക് വേണം. എല്ലാ ആലിമീങ്ങളുടെയും ദുആ ഞങ്ങൾക്ക് വേണം. എല്ലാ പ്രായം ചെന്ന കാരണവന്മാരുടെയും ഉമ്മമാരുടെയും ദുആ ഞങ്ങൾക്ക് വേണം. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ചെയ്യുന്ന ചെറിയ ഖിദ്മത്തുകൾ അല്ലാഹു തആല ഖബൂൽ ചെയ്യണം. അത് സാലിഹീങ്ങളെ കൂടെ, അഹ്ലു ബൈത്തിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊടിക്കീഴിൽ ഒരുമിച്ച് കൂടാനുള്ള ഒരു വഴിയായി അല്ലാഹു ഖബൂൽ ചെയ്തു കിട്ടണം. അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലുകളായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ പടച്ച റബ്ബ് ഖബൂൽ ചെയ്ത പ്രവർത്തനങ്ങളാക്കി തരുമാറാകട്ടെ. നമ്മുടെ മുതഅല്ലിമീങ്ങളെ ഉഖ്റവിയായ മുതഅല്ലിമീങ്ങളായി, ആലിമീങ്ങളെ ഉഖ്റവിയായ ആലിമീങ്ങളായി അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഞാനെന്റെ പ്രസംഗം നിർത്തുന്നു. എല്ലാവരോടും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നു. ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലൈഹാ നഹ്യാ വഅലൈഹാ നമൂതു വഅലൈഹാ നുബ്അതു ഇൻഷാ അല്ലാഹ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين.
ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ഞാൻ രാത്രി തഹജ്ജുദ് പാതിരക്കേഴുന്നേൽക്കുന്നവരാണ്. എനിക്ക് ഒതുവെടുക്കാൻ വെള്ളം വേണം. ഇവിടെ വെള്ളമില്ല. അത് വെള്ളം തരുമോ? പോലീസുകാർക്ക് തോന്നി ഇയാൾക്ക് പ്രാർത്ഥിക്കാനല്ലേ, കുറച്ച് വെള്ളം കൊണ്ട് വെള്ളം കൊടുത്തു. നിർത്താതെ ഒതുവെടുത്തു. തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എന്ന് നിന്ന് എവിടെ? ജയിലിലാ മോനെ, ജയിലിലാണ് ഈ നിസ്കാരം. സുബ്ഹാനല്ലാഹ്, മകന്റെ കല്യാണത്തിന് നിസ്കാരങ്ങളാക്കി എത്ര മനുഷ്യന്മാരുണ്ട് ഇവിടെ? ജയിലിലായിരുന്നോ? അല്ല, മകന്റെ കല്യാണ സന്തോഷത്തിന്റെ ദിവസമാ. അല്ല സന്തോഷം തന്നപ്പോ നിസ്കാരങ്ങളാക്കിയില്ലേ? മകളെ കല്യാണത്തിന് നിസ്കാരങ്ങളാക്കി എത്ര ഉമ്മമാരുണ്ട് ഈ സദസ്സിൽ? ഒറ്റയില്ലെന്ന് ഞാൻ നല്ലത് വിചാരിക്കട്ടെ. സുബ്ഹാനല്ലാഹ്, ഞാൻ ചോദിക്കുന്നു, അള്ള സന്തോഷം തരുന്നു, അള്ളാഹ്ക്ക് നന്ദിയിൽ വരും നന്ദികേട് ചെയ്യുന്നത് ചോദ്യവാസമല്ലേ, തെമ്മാടിത്തമല്ലേ? എന്തേ കല്യാണത്തിന്റെ ദിവസം അള്ള ഏറ്റവും നറുക്കറിയേണ്ട ദിവസമല്ലേ ചെറുപ്പക്കാരാ? അന്നല്ലേ കൃത്യമായി നിസ്കരിക്കേണ്ടത്, അന്നല്ലേ സുന്നത്ത് കൂടി നിസ്കരിക്കേണ്ടത്. അള്ള ജനം ചെയ്യുന്ന ദിവസമല്ലേ അത്? സുബ്ഹാനല്ലാഹ്, നിക്കാഹിന്റെ ചെറുപ്പക്കാരോ നിങ്ങൾക്ക് പറയാൻ സമയമില്ല. ചെറുപ്പക്കാർ വന്നിരിക്കുന്നു, നല്ല ഒന്നാമത് സ്വർണ്ണത്തിന്റെ മോതിരം വെച്ചിട്ടാ നിക്കാഹിന് വന്നിരിക്കുന്നു. ഓ ഏതൊക്കെ ഗ്രാമായ ദ്വാരക്കാൻ വിളിച്ചു ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. എന്നാൽ ഈ സ്വർണ്ണത്തിന്റെ മോതിരം ഹറാമല്ലേ ചെറുപ്പക്കാരാ? അതിന് നിക്കാഹിയോ? എന്റെ ഉമ്മമാരോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ മക്കളോട് സ്നേഹമുണ്ടോ? സ്വർണ്ണത്തിന്റെ മോതിരം കൊടുക്കുന്നുണ്ടോ? ഗീസയിലിട്ട് കൊടുത്ത് കൈമിലിട്ട് കൊടുക്കണ്ട. കൈമിലിട്ടാ ഹറാമാ. ആൺകുട്ടിക്ക് സ്വർണ്ണത്തിന്റെ മോതിരം ഇടാൻ പാടില്ല. നിക്കാഹിന്റെ പറ്റില്ല, കച്ചത്തിനെ പറ്റിക്കാനും പറ്റില്ല. കൈയിന്റെ മേലെ മോതിരം ധരിക്കാനുള്ളതല്ല പുരുഷന്മാർ. മറിച്ച് ഗീസയിലിട്ടോളൂ, ധരിച്ചിലിട്ടോളൂ, ഭാര്യ കൊടുത്തോളൂ, പ്രശ്നമില്ല. മോഹത്തിന്റെ ഒരാളെ കൈയിന്റെ മേലെ സ്വർണ്ണത്തിന്റെ മോതിരം കണ്ടപ്പോ ഈ കഥയാണടാ കരുതുന്നത്. ഒരു ഊരിയെടുത്ത് വലിച്ചേറെ കൊടുത്തു. സഹിഹായ ഹദീസിൽ കാണാം, വലിച്ചേറെ കൊടുത്തു അല്ലാഹുവിന്റെ റസൂൽ. എറിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചുപോയി. അപ്പൊ ഒരാൾ പോയിട്ട് പറഞ്ഞു, ആ മോതിരം എടുത്തോ, അവിടെ കിടക്കുന്നതാ, മോതിരം എടുത്തോ, അതിലേക്ക് വിറ്റ് പൈസയാക്കാം, ഭാര്യ കൊടുക്കാം, എടുത്തോ. സഹാബത്ത് എന്താണ് അവരത്? റസൂലിന്റെ കൈ കൊണ്ട് വലിച്ചെറിഞ്ഞ സാധനമേ എന്റെ ജീവിതത്തിൽ ഞാൻ എടുക്കുകയില്ല. ഞാൻ ഇടുകയില്ലെന്ന് മാത്രമല്ല, റസൂൽ വലിച്ചെറിഞ്ഞ സാധനം, വലിച്ചെറിഞ്ഞ സാധനം എന്റെ ജീവിതത്തിൽ ഞാൻ സ്പർശിക്കുകയില്ല. അതാ റസൂലുള്ളാഹിനോടുള്ള ഹുബ്ബ്, ആ റസൂലുള്ളാഹിനോടുള്ള ഇത്തിബാഅ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ എന്റെ ചെറുപ്പക്കാരൻ ശ്രദ്ധിക്കണം, കല്യാണം സ്വർണ്ണത്തിന്റെ മോതിരവും നടത്തരുത്, സ്വർണ്ണത്തിന്റെ മോതിരവും ധരിച്ചിരിക്കാതിരിക്കരുത്. നമ്മുടെ കാദിമാരോട് ഖതീബന്മാരോട് ഞാൻ പറയുന്നു, അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ സ്വർണ്ണത്തിന്റെ മോതിരവും ധരിച്ച് കണ്ടാൽ ഖതീബന്മാരെ നിങ്ങൾ പറയണം, ഊരി വെക്കൂ മോനെ, ഗീതയിൽ ആരും കഴിക്കാതെ പറഞ്ഞവനെ മനസ്സിലാക്കണ്ട, അത് ഊരി വെക്കാൻ വേണ്ടി പറയണം. എന്നിട്ട് എനിക്ക് ആ ഖതീബന്മാര് ചെയ്തു കൊടുക്കാവൂ. അതിനുള്ള തന്റെ ഇടം ഖതീബന്മാർക്ക് വേണം. മുസ്ലിയാമാര് വേറെ ആരും ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അവർ ദീന് തുറന്നെന്ന് പറഞ്ഞേക്കണം. അല്ലാഹുവിനെ ഭയപ്പെടണം, വേറെ ആരെയും ഭയപ്പെടേണ്ടതില്ല. അല്ല മാത്രമേ കൊടുക്കുന്നവരുള്ളൂ, അല്ല മാത്രമേ തടയുന്നവരുള്ളൂ. അല്ലാഹുവിന്റെ അധികാരത്തെ മറികടക്കാൻ ലോകത്തിന് അധികാരത്തിനുമില്ല. ചിന്താഗതികളെ മനസ്സിൽ വീണും ആ ചിന്തയോട് ധൈര്യത്തോട് സമൂഹത്തിന് നേതൃത്വം കൊടുക്കാൻ പണ്ഡിതന്മാർക്ക് കഴിയണം. നമ്മുടെ മുസ്ലിം സമുദായം എത്ര എണ്ണമുണ്ട്, എത്ര സാമ്പത്തിക ശേഷിയുണ്ട്? ഞാൻ ചിന്തിക്കുന്നു, ക്രിസ്തു സമുദായം എണ്ണം വളരെ കുറവാണ്. ക്രിസ്ത്യാനികൾ വളരെ ചെറിയ സമൂഹമാണ്. പക്ഷേ ക്രിസ്ത്യാനികൾ വിദ്യാഭ്യാസപരമായ എന്തൊരു പുരോഗതിയാണ്, മറ്റെല്ലാ രംഗത്തും പുരോഗതിയാണ്. സുബ്ഹാനല്ലാഹ്, എത്രയെത്ര
എത്ര ഏത് പാർട്ടി ഭരണത്തിൽ കയറിയാലും ക്രിസ്ത്യാനികൾ മന്ത്രിയാണ്. കാരണം അതിന് മാത്രം പാർട്ടികളാണ്. ഇരിക്കട്ടെ, ഞാൻ എപ്പോഴും ക്രിസ്ത്യാനി മന്ത്രി ഉണ്ടാകും. ഇരിക്കട്ടെ, അങ്ങനെ ഏത് രംഗത്ത് നോക്കിയാലും ക്രിസ്ത്യാനികൾ എല്ലാവരും ഉഷാറാണ്. പക്ഷേ മുസ്ലിമീങ്ങളോ വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിന്നോട്ടാണ്. ഞാൻ ഓർക്കും, ഈ അടുത്തൊരാൾ നായിക്കടുത്തൊരു സ്ഥലത്ത് ഒരു കട ഉദ്ഘാടനം ചെയ്യാൻ വന്നു. കൂടെ കുറെ മാനേജർമാരുണ്ട്, എംഡിമാരുണ്ട്, പലരുണ്ട്. എല്ലാം അമുസ്ലിം സഹോദരന്മാരാണ്, ക്രിസ്ത്യാനികളാണ്. അതേസമയത്ത് ഒരു മുസ്ലിമിനെ മാനേജറായി കണ്ടില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും PR ആയി കണ്ടില്ല. മുസ്ലിമീങ്ങളെ ജോലി എന്താണ്? മുസ്ലിം സാവോടുക്കലാണ്, അടിച്ചുകാരനാണ്, ഓഫീസിലെ ജോലി. എന്തേ കാരണം? വിദ്യാഭ്യാസമില്ല, ഉയർച്ചയില്ല. എന്തേ കാരണം? മുസ്ലിം സമുദായത്തിൽ പണ്ഡിതന്മാരെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വിപ്ലവം നടക്കണം. പണ്ഡിതന്മാരെ നേതൃത്വത്തിൽ സമുദായത്തിൽ ഉയർച്ച വേണം. ക്രിസ്തു സമുദായം അവരെ പണ്ഡിതന്മാരെ നേതൃത്വത്തിലാണ് എല്ലാവരും നീങ്ങുന്നത്. അവരെ നിർദ്ദേശമാണ് നടപ്പാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യത്തും ക്രിസ്തു സമുദായം ചേരുകയാണ്. നമ്മളെ പോലെ അറിയോ? ഇപ്പൊ ഞാനത് പറയുന്നില്ല. നമ്മളെ നാട്ടിലൊക്കെ പഴയ കാലത്തുണ്ടായി, ഇവിടെ ഒന്നും ഉണ്ടാവൂല. മഖബറയിലേക്ക് വരുന്ന ആര് കൊടുക്കാൻ അറിയാത്തൊരു ചിലപ്പോ കുറച്ച് പണം കയ്യിലുണ്ടാകും. എന്നിട്ട് കാര്യമായ പള്ളിയില് ഈ ചങ്ങാതി പള്ളിയിലേക്കൊന്ന് കടക്കുന്നതിൽ ഉപ്പാന്റെ മഖബറയിൽ വരികയാണ്. എന്നിട്ടോ അവരുടെ അടുത്ത് നിന്നിട്ട് വിളിക്കാതെ മതിയാരെ ഈ രൂപത്തില് നിസ്സാരപ്പെടുത്തുന്ന കുറെ മുതലാളിമാരുണ്ട്, നിസ്സാരപ്പെടുത്തുന്ന കുറെ അഹങ്കാരികളും നമ്മുടെ രാജ്യത്ത് ജീവിച്ചപ്പോ ആര്യങ്ങൾക്ക് ഇവിടെ ഉണ്ടാൻ കഴിയാതെയായി, ആര്യങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയാതെയായി. അത്തരം ചങ്ങലകളൊക്കെ പരിചരിക്കണം, പൊട്ടിച്ചെറിയണം. എന്നിട്ട് നേതൃത്വം മുതലാവുകയും ചിന്തിക്കുന്നവർ വരികയും ആര്യങ്ങളെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വിപ്ലവം നടക്കണം. ആര്യങ്ങളെ നേതൃത്വത്തിൽ വളരണം. ആര്യങ്ങളെ നേതൃത്വത്തിൽ സമുദായം വളരണം. എങ്ങനെ നമ്മേക്കാൾ മേലെ പോകുന്ന ഒരു സമൂഹവും ലോകമില്ല. അള്ളാഹുവിന്റെ റസൂലിന് ഇസ്സത്തുണ്ട്, മോമിനീങ്ങൾക്ക് ഇസ്സത്തുണ്ട്. ഈ ഇസ്സത്ത് നിലനിർത്താൻ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. ഒരിക്കലും തന്നെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന രംഗത്ത് ഒരാളും മാറിപ്പോകാൻ പാടില്ല. തങ്ങൾക്ക് സഹകരിക്കണം. പോലീസുകാർ വെള്ളം കൊണ്ട് കൊടുത്തു, നിസ്കാരത്തിന് എഴുന്നേറ്റ് നിന്നു. ജയിലിലെ നിസ്കാരമാണ് ഉമ്മമാര്, ജയിലിലെ നിസ്കാരമാണ് ചെറുപ്പക്കാര്. പാതിരാസമയത്ത് ഒതുകൊടുക്കാൻ വെള്ളം വാങ്ങി നമ്മുടെ ഉസ്താദുമാരെ പരമ്പരയിലുള്ള ഉമർബാദികൾ ബ്രിട്ടീഷുകാരുടെ ജയിലിൽ നിസ്കരിക്കുകയാണ്. ആ നിസ്കരിക്കുന്ന ഉമർബാദീതങ്ങൾ നിസ്കരിക്കുന്നത് കണ്ടപ്പോ ജയിലും കൂട്ടിയിട്ട് പോലീസുകാർ കാവൽ പോയിരുന്നു. നേരം വിളിച്ചു, ജയില് പോയി തുറന്നു നോക്കുമ്പോ ഉമർബാദിയെ കാണുന്നില്ല. ജയിലിൽ ഉമർബാദിയില്ല. എവിടെ കൂട്ടു തുറന്നിട്ടില്ല, മുസ്ലിയാരെ കാണുന്നില്ല. നമ്മളെ ജോലി പോലെ പോലീസുകാരി അതേ ഒട്ടാകെ നിരന്തരം നോക്കി നടക്കുന്നു. ആ സമയത്ത് ഉമർഖാദിക്കൊണ്ടിരിക്കുന്ന കറാമിലൂടെ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി. അതാ അങ്ങകലെ കോടന്റെ പള്ളിയിൽ നിസ്കാരം പൂർത്തീകരിക്കുന്നു. നേരം മുഴുവൻ തുണിയായി കുറെ കഴിഞ്ഞിരിക്കുന്ന സ്ത്രീയൊക്കെ കഴിഞ്ഞ് നിസ്കരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനെ വിളിക്കുന്ന മോനെ, നീ ഒന്ന് ചാവക്കാട് ജയിലിന്റെ അടുത്ത് പോകണം. സൂപ്രണ്ടിനെ കണ്ടിട്ട് പറയണം, ഉമർക്കാട് കൊടുക്കോടെ അങ്ങകലെ ഒരു പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നുണ്ടെന്ന് പറയണം. ആ പോലീസുകാരെ ജോലി നഷ്ടപ്പെട്ടു പോകണ്ട, ഞാനിവിടെ ഉണ്ടെന്ന് പറയണം. ഉമർക്കാട് തങ്ങൾ ആളെ പറഞ്ഞിരിക്കുന്നു. ആ ഉമർക്കാദി അതാണ് നമ്മുടെ പരമ്പരയിലുള്ള ഉസ്താദ്. ആ ഉസ്താദിന്റെ ധാരാളം ചരിത്രങ്ങളുണ്ട്. ഇപ്പോൾ അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, എല്ലാ കറാമത്തും വിഷയത്തിൽ മൗലവി ഉണ്ടായിരുന്നു. CN മൗലവി. മൂപ്പർ എന്ത് പറഞ്ഞു? കറാമത്തുമില്ല, വൈദ്യത്തില്ല, ഒന്നുമില്ല. പക്ഷേ കേരളത്തിന്റെ ചരിത്രം എഴുതുമ്പോ എഴുതേണ്ടി വന്നു വെളിയങ്കോട് ഉമർഖാദി,
ബ്രിട്ടീഷുകാരെ ജയിലിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അതിന്റെ പേരാണ് സാറേ കറാമത്ത്. അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നിങ്ങൾക്കറിയില്ലേ, ബിൽക്കീസ് രാജാവിന്റെ സിംഹാസനം കൊട്ടാരത്തിന്റെ ഉള്ളിൽ കൂട്ടിയിട്ടിട്ട് ഒരു സെക്കൻഡ് കൊണ്ട് വലിയായ സുലൈമാനിയുടെ സമീപത്ത് എത്തിക്കുമ്പോ കൊട്ടാരത്തിന്റെ പൂട്ട് നോക്കേണ്ടി വന്നിട്ടില്ല. കൊട്ടാരം തുറക്കേണ്ടതില്ല. കിലോമീറ്ററുടെ 100 കിലോമീറ്റർ അകലം പ്രശ്നമല്ല. ഒരു സെക്കൻഡ് കൊണ്ട് അതാ വലിയ സിംഹാസനം എത്തിക്കില്ലേ സുലൈമാനിയുടെ മുമ്പിൽ. സൂറത്ത് സബഇൽ അല്ലാഹു പറഞ്ഞു, ആ സിംഹാസനം അതാ സുലൈമാനിയുടെ മുമ്പിൽ. നിങ്ങളെ കണ്ണടച്ച് തുറന്നു ഞാൻ എത്തിച്ചു തരാം സുലൈമാൻ നബിയെ. വലിയുള്ളൊരു മഹാനെന്ന് പറഞ്ഞില്ലേ, ആ മഹാനാണ് മഹാന്മാർക്ക് അള്ള കൊടുക്കുന്ന പവർ. അതെന്തോ നിഷേധിക്കാൻ കഴിയുന്നു. പോക്കുന്നവരില്ലേ, ചോദിക്കട്ടെ, നേരത്തെ തന്നെ വീട്ടിൽ പോയി നേരത്തെ തന്നെ കിടന്നുറങ്ങിയിട്ട് ഒരു 2 സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റ് നിസ്കരിക്കണമെന്ന് ചിന്തിച്ചുകൂടെ? അള്ള ഏറ്റവും വെറുത്ത ടൗണിൽ ആവശ്യമില്ലാതെ പോയി നിൽക്കേണ്ടതുണ്ടോ? അങ്ങാടി വെറുപ്പുള്ള സ്ഥലമാണെന്ന് പറഞ്ഞതുകൊണ്ട് കച്ചവടത്തിന് അവിടെ പോകുന്നത് തെറ്റല്ല, തൊഴിലിന് വേണ്ടി പോകുന്നത് തെറ്റല്ല, ഡ്രൈവർമാർ അവരുടെ ഡ്രൈവിംഗ് ജോലിക്ക് പോകുന്നത് തെറ്റല്ല, ക്ലീനർമാർ അവരെ ജോലിക്ക് പോകുന്നത് തെറ്റല്ല, മാർക്കറ്റിലെ ജോലിക്കാരവിടെ പോകുന്നത് തെറ്റല്ല. അതവരെ മഹീസത്തിന് വേണ്ടി പോവുകയാണ്, അത് ആവശ്യത്തിന് വേണ്ടിയുള്ള പോക്കാണ്. ആവശ്യത്തിന് വേണ്ടി കക്കൂസിൽ പോകുന്നത് തെറ്റല്ലല്ലോ, പോകല് ചിലപ്പോൾ നിർബന്ധമല്ലേ. ആ കക്കൂസ് ഈറ്റിക്കാതിരിക്കാനുള്ള സ്ഥലമല്ലല്ലോ, അത് ശൈത്താനിന്റെ കേന്ദ്രമല്ലേ. അതുകൊണ്ട് അതിന്റെ കക്കൂസിൽ കഴിയുന്നതും പെട്ടെന്ന് തിരിച്ചു പോരുകയല്ലേ വേണ്ടത്. ഇതുപോലെ ടൗണുകൾ ഏറ്റവും മോശമായ സ്ഥലമായി അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തുമ്പോ പരമാവധി ടൗണിൽ നിന്ന് മാറി നിന്ന് ജീവിക്കാനല്ലേ തിരുമേനിയെ നീ ചിന്തിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഈ നിയമങ്ങളൊക്കെ ധിക്കരിച്ച് ടൗണുകളിലൂടെ കറങ്ങുന്നതും അനാവശ്യം തന്നെയല്ലേ. നമുക്ക് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു എന്ന ജീവിതം നയിച്ചാൽ എത്ര സന്തോഷകരമായ ജീവിതമുണ്ടാകും ലോകത്ത്. സഹോദരന്മാരെ, ഇതുപോലെ നമ്മുടെ നാവ് മറ്റൊരാളെ ഭീഷണിപ്പെടുത്താനുള്ളതല്ല, ഭീഷണി പറയാനുള്ളതല്ല, സുബ്ഹാനല്ലാഹ് പരസ്പരം കുറ്റം പറയാനുള്ളതല്ല, ഗീബത്ത് പറയാനുള്ളതല്ല. വളരെ ശ്രദ്ധിക്കണം. അനാവശ്യ സംസാരങ്ങളിൽ നിന്ന്, അനാവശ്യ പ്രവർത്തനങ്ങളിൽ നിന്ന് മുഴുവനും നമ്മുടെ ജീവിതം മുക്തമാക്കി ജീവിക്കണം. അല്ലദീനഹും മിനൽ ലഗ്വി മുഅ്രിദൂൻ. ധാരാളം അതിനെ സംബന്ധിച്ച് പറയാനുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് ഇനിയും കടന്ന് സംസാരിക്കുന്നില്ല. ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ സഹോദരന്മാരെ, ചെറുപ്പക്കാർക്ക് എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്ത് തിരിയണം. സുബ്ഹാനല്ലാഹ്, മറ്റൊരാള് വെറുക്കുന്ന വാക്കുകൾ പറയരുത്. ഇൻഷാ അല്ലാഹ് സമയം കിട്ടിയെങ്കിൽ ഞാൻ അതിന്റെ ചില ഭാഗങ്ങൾ നാളെ പറയാം. ഇപ്പോൾ ചെറിയൊരു ചരിത്രം പറഞ്ഞു നിർത്തട്ടെ. ഹാറൂൻ റഷീദ് രാജാവിനെ കേട്ടിട്ടില്ലേ നിങ്ങൾ? അറിയപ്പെട്ട രാജാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധമുള്ള ആളാണ്. മഹാനവർ ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഒരു യാത്ര നടത്തി. ഹജ്ജും കഴിഞ്ഞ് ബഹുമാനപ്പെട്ടവർ തിരിച്ചു വരികയാണ്. കൂഫയിലൂടെയാണ് യാത്ര പോകേണ്ടത്. കൂഫയിൽ അല്പ ദിവസം അവിടെ താമസിച്ചു. ആ താമസിക്കുന്നതിനിടയിൽ മഹാനവറുകൾ പോയി ഇറങ്ങിയ സ്ഥലത്ത് ഞങ്ങൾ യാത്ര പോകാൻ തീരുമാനിച്ചു. ജനങ്ങളെല്ലാവരും മഹാനായ ഹാറൂൻ റഷീദ് രാജാവിന്റെ യാത്ര പ്രതീക്ഷിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഹാറൂൻ റഷീദ് രാജാവിന്റെ വലിയ പരിവാരങ്ങളോടുകൂടെയുള്ള യാത്ര. ആ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോഴുണ്ടൊരു വല്ലാത്ത മഹാൻ. ആരാണത്? ബഹ്ലൂലുൽ മജ്നൂൻ എന്നാണ് പേര്. ജനങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഭ്രാന്തൻ എന്ന് പറയും. യഥാർത്ഥത്തിൽ ഭ്രാന്തനല്ല കേട്ടോ. ഔലിയാക്കളിൽപ്പെട്ട വളരെ ഗൗരവമുള്ള വലിയാണ്. പക്ഷേ
നീറ്റുപോക്കുകൾ കണ്ടാൽ ചിലപ്പോൾ അതേ ദുനിയാവിന് വില കൽപ്പിക്കാതെ മഹാനവറുകളെ ജീവിതം കണ്ടാൽ ഭ്രാന്തനാണോ എന്ന് തോന്നിപ്പോകും. ഖലാഖുൽ മജാനീൻ എന്ന് പറഞ്ഞിട്ട് ഔലിയാക്കളെ കൂട്ടത്തിൽ ഒരു സെക്ഷൻ ഉണ്ട്. ആരാണ്? അതേ ബുദ്ധിയുള്ള ഭ്രാന്തന്മാരെന്നാണ് അവരെ കുറിച്ച് പറയുന്നത്. അള്ളാഹുവിൽ മനസ്സിലയിച്ച് ജീവിക്കുമ്പോ ദുനിയാവിന്റെ ആഡംബരങ്ങളിൽ ഒന്നും തന്നെ തീരെ കണ്ണു വെക്കാതെ അവരതാ വലിയ മഹാന്മാരാണെങ്കിലും പലപ്പോഴും പോയിരിക്കുന്നത് അടിക്കൂട്ടിനടുക്കലാണ്. അതുപോലെ തന്നെ അതാ ഇഷ്ട് പതിച്ച സ്ഥലം, മാർബിൾ പതിച്ച സ്ഥലം, ഗ്രാനൈറ്റ് പതിച്ച സ്ഥലം, അത്തരം സ്ഥലത്തിനേക്കാൾ ചിലപ്പോൾ അവർക്ക് താല്പര്യം അതേ ഹറാബായ സ്ഥലങ്ങളാണ്. അങ്ങനെയുള്ള ഒരു മഹാനാണ് ബഹ്റൂനുൽ മജ്നൂൻ. ബഹുമാനപ്പെട്ടവർ അതാ എല്ലാവരും ഹാറൂൻ റഷീദ് രാജാവിന്റെ ഒരുപാട് പരിവാരങ്ങളോട് കുറെ മുട്ടും പാട്ടുമൊക്കെ ആയിട്ടുള്ള പുറപ്പാടും കേട്ട് ഇറങ്ങിയപ്പോ മഹാനവറുകൾ ഇറങ്ങിപ്പോയിട്ട് ജനങ്ങൾ അടിക്കൂട്ട് കൊണ്ടുപോയി ഇടുന്നൊരു സ്ഥലമുണ്ട്. ആ അടിക്കൂട്ടുകൾ കൊണ്ടുപോയി ഇടുന്നതിന്റെ സമീപത്ത് പോയി ബഹുമാനപ്പെട്ടവരവിടെ ഇരുന്നു. വിവരമില്ലാത്ത കുട്ടികൾ വന്ന് മഹാനവറുകളെ തോണ്ടാനും ബഹുമാനപ്പെട്ടവരെ ബുദ്ധിമുട്ടിക്കാനും ഒക്കെ തുടങ്ങി. ബഹുമാനപ്പെട്ടവർ കുട്ടികളോടൊക്കെ പുഞ്ചിരിക്കുന്നു, ആരോടും വിദ്വേഷം കാണിക്കുന്നില്ല. അപ്പോഴാണ് ഹാറൂൻ റഷീദ് രാജാവിന്റെ പരിവാരങ്ങളോടുകൂടെ വലിയ കൂടാരങ്ങളുമായി വലിയ മുട്ടുംപാട്ടുമൊക്കെ ആയിട്ട് വലിയ പ്രകടനമായി വരികയാണ്. ഹാറൂൻ റഷീദ് രാജാവിന്റെ വരവിങ്ങനെ കണ്ടപ്പോ ബഹ്റൂനുൽ മജ്നൂൻ ഇരിക്കുന്ന സ്ഥലത്ത് നിറച്ച വിളിയാണ്, യാ അമീറുൽ മുഅ്മിനീൻ, യാ അമീറുൽ മുഅ്മിനീൻ. ഹാറൂൻ റഷീദ് രാജാവ് മെല്ലെ ആ വാഹനത്തിന്റെ പുറത്ത് നിന്ന് വിരിയൊന്ന് നീക്കിയിട്ട് ആരാണ് വിളിക്കുന്നതെന്ന് നോക്കുമ്പോൾ തീക്കൊള്ളി പോലുള്ള വലിയാണ്. ഭ്രാന്തന്റെ രൂപത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മഹാനായ ഹാറൂൻ റഷീദ് ലബ്ബൈക യാ ബഹ്ലൂൽ, ലബ്ബൈക യാ ബഹ്ലൂൽ എന്ന് ബഹ്ലൂലിന്റെ വിളിക്കുത്തരം ചെയ്തു. ഉടനെ മഹാനായ ബഹ്ലൂൽ റളിയല്ലാഹു അൻഹു ഓതി പറയുന്നു, യാ അമീറുൽ മുഅ്മിനീൻ ഹദ്ദസനാ അയ്മൻ ഇബ്നു നാഖിൽ ഖുദാമത്ത് ഇബ്നു അബ്ദുല്ലാഹ് അൽ-ആമിരി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹദീസിന്റെ സനദ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിമിനാ, മിനയിൽ ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടുണ്ട്. അലാ ജമലിൻ, ഒട്ടകത്തിന്റെ പുറത്ത്, വതഹ്തഹു റഹലുൻ ബസ്തം. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ അനുയോജ്യമായ വിധത്തിലുള്ള ഒട്ടകത്തിന്റെ കട്ടിലുണ്ട്. അതിന്റെ മേലെ നബി തങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ പോകുന്ന സമയത്തുള്ളതുപോലെ അനാവശ്യമായ മുട്ടുകളും പാട്ടുകളും അനാവശ്യമായ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. ഫലം യകുൻ ദർബുൻ വലാ തർകുൻ വലാ ഇലൈക അതേ ആളുകളെ പിടിച്ച് തട്ടലും മുട്ടലും അതുപോലെയുള്ള കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. നിങ്ങൾ വലിയ ക്ഷേമനായിട്ട് പോകുന്നതിനേക്കാൾ നിങ്ങൾക്ക് താഴ്മയോടുള്ള പോക്കാണ് നല്ലത്. അമീറുൽ മുഅ്മിനീൻ. സഹോദരന്മാരെ, മഹാന്മാരെ ഉപദേശം നൽകുമ്പോ, സാലിഹീങ്ങളാകുമ്പോ, നല്ല ചിന്തയുള്ളവരാകുമ്പോ, അവരെത്ര വലിയ രാജാക്കന്മാരാണെങ്കിലും അവരുള്ളവരാണെങ്കിലും മഹാന്മാരുടെ മുന്നിൽ അവർ താഴ്മ കാണിക്കും. ഹാറൂൻ റഷീദ് രാജാവ് പൊട്ടിയെന്ന് കരഞ്ഞു. ജനങ്ങൾ എന്നെ ആദരിച്ച് കുറെ കാര്യം ചെയ്യുന്നു, ഞാനതൊന്നും വേണമെന്ന് ഇഷ്ടപ്പെടുന്ന ആളല്ല, ജനങ്ങൾ ആവേശത്തിനത് ചെയ്യുകയാണ് എന്ന നിലക്ക് ബഹുമാനപ്പെട്ടവർ പൊട്ടിയെന്ന് കരഞ്ഞു. അപ്പോൾ ബഹ്ലൂലിനോട് വിളിച്ച് മഹാനവറുകളങ്ങ് പറഞ്ഞു, യാ ബഹ്ലൂൽ സിദ്നാ യർഹമുക്കല്ലാഹ്, എനിക്ക് നിങ്ങൾ കൂടുതൽ ഉപദേശം നൽകൂ ബഹ്ലൂലെ, അല്ലാഹ് നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഓ സഹോദരന്മാരെ, നമ്മളൊരാളെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല, തെറ്റിദ്ധരിച്ചുകൊണ്ട് സംസാരിക്കാനും പാടില്ല. ഒരു പക്ഷേ ഹാറൂൻ റഷീദ് രാജാവ് പോകുമ്പോ പട്ടാളക്കാരും പോലീസുകാരും അവിടുത്തെ പരിവാരങ്ങളും സംഘടിപ്പിച്ച പരിപാടിയായിരിക്കും. അദ്ദേഹം അതിന് ഉത്തരവാദിയായി കൊള്ളണമെന്നില്ല. ജനങ്ങൾ ആവേശത്തിൽ ചെയ്യുന്ന കാര്യം അത് തടഞ്ഞിട്ട്
ഒരു പ്രശ്നം വേണ്ടെന്നും ജനങ്ങൾക്കിടയിൽ ഒരു ഭിന്നിപ്പ് വേണ്ടെന്നും മനസ്സിലാക്കി അദ്ദേഹം തടയാതിരുന്നതായിരിക്കാം. പക്ഷേ അദ്ദേഹത്തെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കരുതല്ലോ. ബഹുമാനപ്പെട്ടവർ ഈ ഉപദേശം കേട്ടപ്പോ പൊട്ടിയങ്ങ് കരഞ്ഞുകൊണ്ട് പറഞ്ഞ് കൂടുതൽ പറയൂ. അപ്പോഴാണ് അങ്ങ് ചൊല്ലിക്കൊടുത്തു أليس غدا مصيرك دوم صبري ويستر هذا ثم هذا. രാജാവേ, ഇന്ന് നിങ്ങൾ ഭൂമിയിൽ ഉടമയാക്കിയിട്ട് രാജാവായി അധികാരം വാഴുകയാണല്ലേ. പലരും നിങ്ങളെ കീഴിൽ നിങ്ങൾക്ക് വഴിപ്പെട്ടുവല്ലേ. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അലൈസ ഗദൻ മസീറുക ജൗഫ ഖബരി, നാളെ നിങ്ങൾക്ക് പോകാനുള്ള സ്ഥലം ഖബറിന്റെ ഉള്ളല്ലയോ? ഇപ്പോൾ നിങ്ങളെ വലിയ പരിവാരങ്ങളുമായി അതാ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന അനുയായികൾ നിങ്ങളെ ഖബറിലങ്ങ് കിടത്തിയിട്ട് ഒരുത്തൻ മണ്ണുവാരി നിങ്ങളെ ഖബറിന്റെ മേലെ ഇട്ടില്ലേ? അതിന്റെ ശേഷം മറ്റൊരാള് മണ്ണുവാരി എറിഞ്ഞില്ലേ? പിന്നെ വേറെ ഒരാള് മണ്ണുവാരി എറിഞ്ഞില്ലേ? അങ്ങനെ ഓരോരുത്തരും ഖബറിന്റെ മേലെ മണ്ണിട്ട് വിട്ട് നിങ്ങളെ ഖബറിലങ്ങ് മൂടുകയില്ലേ? ഇതങ്ങ് കേട്ടപ്പോ ഹാറൂൻ റഷീദ് രാജാവ് പിന്നെയും പൊത്തിയങ്ങ് കരഞ്ഞു. പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് വളരെ നന്നായിട്ടുണ്ട്, കുറച്ചുകൂടി വേറെ പറഞ്ഞു തരുമോ ബഹ്ലൂലേ? അപ്പോഴാ പറഞ്ഞത്, നഅം യാ അമീറൽ മുഅ്മിനീൻ, അല്പം കൂടി പറയാം. റജുലുൻ അതാഹു അല്ലാഹു മാലൻ വജമാലൻ ഫഅൻഫഖ മിൻ മാലിഹി വഅഫ ഫീ ജമാലിഹി കുതിബ ഫീ ഖാലിസി ദീവാനില്ലാഹി തആല മിനൽ അബ്റാർ. അല്ലാഹു തആല കൊടുത്ത സമ്പത്ത്, അല്ലാഹു തആല കൊടുത്ത ഒട്ടകം, അല്ലാഹു തആല കൊടുത്ത അലങ്കാരം, അങ്ങനെ അല്ലാഹു കൊടുത്തതിൽ നിന്ന് നല്ല കാര്യത്തിന് ധാരാളം ചെലവഴിക്കുകയും അതേ സമയത്ത് വേണ്ടാത്തതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്ത മനുഷ്യനെ അല്ലാഹു തആല അവന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ട സജ്ജനങ്ങളായ അടിമകളുടെ റിക്കാർഡിൽ രേഖപ്പെടുത്തും. രാജാവേ, ഇതെന്ന് പറഞ്ഞപ്പോ ബഹ്ലൂലിനോട് പറഞ്ഞു, അഹ്സൻത യാ ബഹ്ലൂൽ മഅൽ ജായിസ, ഓ മഅൽ ജായിസ, ഓ ബഹ്ലൂലേ, നിങ്ങൾ ഉപദേശം നന്നായി, നിങ്ങൾക്ക് എന്റെ വകയിൽ ഒരു സമ്മാനമുണ്ട്. ഈ വാഴ പറഞ്ഞതിന് നിങ്ങൾക്ക് ഞാനൊരു കാഴ്ച തരുന്നുണ്ട്. ബഹ്ലൂലിന്റെ മറുപടി, നിങ്ങൾ ആരിൽ നിന്നാണോ അത് വാങ്ങിയത് അവർക്ക് തന്നെ കൊടുത്തോളൂ. അല്ലാഹുവിൽ കിട്ടിയതാണോ എങ്കിൽ റബ്ബിന്റെ പൊരുത്തത്തിൽ അത് തിരിച്ചോളൂ. എനിക്ക് നിങ്ങളുടെ ഈ സമ്മാനത്തിന് വേണ്ടിയുള്ള വാഴല്ല. വീണ്ടും ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ഓ ബഹ്ലൂലേ, നിങ്ങൾക്ക് വല്ല കടവുമുണ്ടെങ്കിൽ ഞാൻ വീട്ടിക്കോളാം. അപ്പൊ ബഹ്ലൂലിന്റെ മറുപടി, യാ അമീറൽ മുഅ്മിനീൻ ലാ യുഖ്ളാ ദൈനുൻ ബിദൈനിൻ ഉർദുൽ ഹഖ്ഖ ഇലാ അഹ്ലിഹി. കടം കൊണ്ട് വീട്ടുന്നതിന് അർത്ഥമില്ല. നിങ്ങൾ അന്യന്റേത് വല്ലതും അധികാരത്തിന്റെ മറവിൽ കയ്യിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കടമായി നിങ്ങളെ കയ്യിലുള്ളതാണ്, അതങ്ങ് തിരിച്ചു കൊടുത്ത രാജാവേ. എന്റെ കടം വീട്ടുന്ന കാര്യമല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങളെ കടം വീട്ടി ഭരിക്കാനാണ് ആലോചിക്കേണ്ടത്. ഉടനെ രാജാവ് പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായത് ഞാൻ ഗവൺമെന്റിന്റെ ഫണ്ടിൽ നിന്ന് അനുവദിക്കാം. അപ്പോഴല്ലേ ബഹ്ലൂൽ തലയൊന്ന് മേൽപോട്ട് ഉയർത്തി, എന്നിട്ടങ്ങ് പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, ഓ അമീറുൽ മുഅ്മിനീൻ ഹാറൂൻ റഷീദ് രാജാവേ, അനവ അന്ത മിൻ ഇബാദില്ലാഹി തആല, ഞാനും അല്ലാഹുവിന്റെ അടിമ, രാജാവായ നിങ്ങളും അല്ലാഹുവിന്റെ അടിമ, എല്ലാവരും ലോകവട്ടാകെ അടക്കി ഭരിക്കുന്ന രാജാവിന്റെ അടിമകളിൽ മെമ്പറാണ്. എന്റെ ജീവിതം കഴിയാൻ നിങ്ങൾ ഉപാധി ഉണ്ടാക്കുമെന്ന് എന്നോട് നിങ്ങൾ എന്തിനു പറയണം? ഞാനും അല്ലാഹുവിന്റെ അടിമ, നിങ്ങളും അല്ലാഹുവിന്റെ അടിമ.
അള്ളാഹുവിന് നിങ്ങളെ നല്ല ഓർമ്മയുണ്ടാവുകയും എന്നെ അള്ള മറക്കുകയും ചെയ്യുമോ? അത് സംഭവിക്കുന്ന കാര്യമല്ല. നിങ്ങൾക്ക് തന്ന രാജാവിന് എനിക്കും തരാൻ അവന്റെ കയ്യിലുണ്ടല്ലോ, അവന്റെ അധികാരത്തിലുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ റബ്ബുമായുള്ള ബന്ധത്തിലാണ്, നിങ്ങൾ ഇടപെടേണ്ടതില്ല. ഓ സഹോദരന്മാരെ, ഖൽബ് റബ്ബിലേക്ക് തിരിച്ചുകൊണ്ടുള്ള മുഅ്മിനിന്റെ വിജയം. قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون. അല്ലാഹു ജല്ല ജലാലുഹു പറഞ്ഞത് നിശ്ചയം വിജയം കൈവരിച്ചു കഴിഞ്ഞു. ഈമാനുറച്ച ജനങ്ങൾ വിജയം കൈവരിച്ചു കഴിഞ്ഞു. അവർ നിസ്കാരത്തിൽ ഭക്തിയോടുകൂടെ നിസ്കരിക്കുന്നവരാണ്. അവർ അനാവശ്യങ്ങളിൽ അകന്നു നിന്ന് ജീവിക്കുന്നവരാണ്. ഇനി അങ്ങോട്ടല്ല പറഞ്ഞ ചില വിശേഷണങ്ങളുണ്ട്. അത് അല്ലാഹു തുടർന്നുള്ള ദിവസങ്ങളിൽ